ഗായ്സ് അപ്പം വാർ 2 കണ്ടിരിക്കുകയാണ്. ഈ പടം കാണുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം നമ്മൾ ഒരു ഹൃത്തിക് റോഷനെ കാണാൻ വേണ്ടി പോവാണ്. അത് മാത്രം പ്രതീക്ഷിച്ചാൽ മതി, അല്ലാതെ വേറെ ഒന്നും പടത്തിൽ പ്രതീക്ഷിക്കേണ്ട. വെറുപ്പീര് ആണ്, വെറുപ്പീരാണെന്നല്ല, 100% അല്ല, 101% ഞാൻ എടുത്തു പറയും, വെറുപ്പീരിന്റെ പീക്ക് സാധനമാണ് വാർ 2. ഈ വാർ 1 സിദ്ധാർത്ഥാനന്ദ് അങ്ങേറ്റത് നല്ലൊരു രീതിയിൽ എടുത്തു വെച്ചു. അതിൽ കുറച്ച് ഓവർ സീൻ, കുറച്ച് സീൻസൊക്കെ ഉണ്ടെങ്കിലും ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല രസമാണ് അത്. അവിടെ ഒരു ഇമോഷനൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ആ ഹൃത്തിക് റോഷൻ്റെയൊക്കെ ഇൻട്രൊഡക്ഷൻ സീൻ അതൊക്കെ തങ്ക സാധനമായിരുന്നു. ആ വാർ 1 വാർ 2 ഇൻട്രൊഡക്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് സീൻ ചൈനയിലെ ഒരു സീനാണ്. ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ സീൻ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും, ആ പടം അവിടെ തീർന്ന് നമുക്ക് 100% നമുക്ക് അവിടെ എഴുതി ഒപ്പിട്ട് കൊടുക്കാം, പടം ഇത്ര ഉള്ളൂ എന്നുള്ളത്. ഓഞ്ഞ ഇൻട്രോ, പട്ടി ഇൻട്രോ, ഹൃത്തിക് റോഷൻ കൊടുത്ത ഒരു വേസ്റ്റ് ഇൻട്രോ. അതുപോലെ തന്നെ എൻ ടി ആർ പറയണ്ട, എൻ ടി ആറിന് ഇപ്പം ആ ഒരു ബോഡി ഇല്ല എന്നാണ് വിശ്വാസം. അത് CGI ആണെന്ന് പക്കയായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ആ ബോഡി ഡെവലപ്മെന്റ്സ് അങ്ങനെയൊക്കെ ബോഡി ഉണ്ട്. പക്ഷെ ഇതിൽ ആ ഒരു സീനിന് വേണ്ടി എന്തിനു വേണ്ടി കാണിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഭയങ്കര ഒരു ബോറ് ക്ലീശ പരിപാടിയായിപ്പോയി സത്യം പറഞ്ഞാൽ കാണിച്ച് വെച്ചേക്കണത്. പിന്നെ എൻ ടി ആറിൻ്റെ കുറേ ഓവർ സീനുണ്ട്. ഈ ആ ഫ്ലൈറ്റിൽ നിന്നൊക്കെ ഇറങ്ങി, ഫ്ലൈറ്റിൽ നിന്നല്ല, അതൊരു പാരച്യൂട്ട് പോലത്തെ ഒരു ഫ്ലൈറ്റാണ് ലാൻഡ് ചെയ്യുന്നത്. അയ്യോ, അതിൽ നിന്ന് ഇറങ്ങി പറഞ്ഞ സീനൊക്കെ അനങ്ങൂല. കാറ്റെന്ന് പറഞ്ഞാൽ അത്ര കാറ്റാണ്. നമ്മൾ ഫ്ലൈറ്റിൽ നിന്നൊക്കെ താഴെ വീഴുമ്പോൾ ഒരു കാറ്റോടെ നമ്മളെ കൊണ്ടുപോകും. ആശം കല്ല് പോലെയാണ് അവിടെ നിൽക്കണത്, കല്ല് പോലെ അനങ്ങൂല. എന്നെ കൊണ്ട് എനിക്ക് ഇതൊന്നും ഒരു വിഷയമല്ല രീതിയിലാണ് പുള്ളിക്കാരൻ സ്ട്രോങ് ആയിട്ട് നിന്ന് അവിടെ ഒന്ന് സ്ലോ മോഷനിലേക്ക് ഒന്ന് ലാൻഡ് ചെയ്യണമൊക്കെ. എല്ലാത്തിനും ഒരു പീറ്റേഴ്സിലാണ്. ഇങ്ങനെ പുരോഗതി നിൽക്കുമ്പോഴാണ് പുള്ളിക്കാരൻ ഓരോ നിപ്പും, ഓരോ നിൽക്കും ഒന്ന് ഇങ്ങനെ ക്യാമറ നോക്കും എല്ലാത്തിലും. പിന്നെ ഓരോ സീനിലും പല 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 കൂളിംഗ് ഗ്ലാസ്സുകൾ മസ്റ്റാണ് NTR അണ്ണന്. പിന്നെ NTR അണ്ണൻ്റെ പഴയ ഇമോഷണൽ ഡ്രാമയൊക്കെ അതിൽ കുറേ ഇട്ടിട്ടുണ്ട്. പട്ടി സാധനമാണ്. പിന്നെ അണ്ണൻ്റെ BGM എടുത്തു പറയണം. BGMൽ എപ്പോഴും സിംഹം കടന്ന് ഇങ്ങനെ ഈ സീനൊക്കെയാണ് NTR കയറ്റി കൊടുത്തിരിക്കുന്ന BGM സ്കോർ. ഹൃത്തിക് റോഷനെ പറ്റി പറയുമ്പോൾ ഹൃത്തിക് റോഷൻ ഇത് എന്തിന് പോയി, ഈ ഒരു വാപ്പിളി ഡയറക്ടറിന്റെ പേര് ഞാൻ പറയും, അയൻ മുഖർജി. പുള്ളിക്കാരൻ ബ്രഹ്മാസ്ത്രയിലെ ഡയറക്ടറാണ്. ബ്രഹ്മാസ്ത്രയത് ആ കിടക്കാണ്, അത് വേറെ ഒരു തേഞ്ഞ പടം. വീണ്ടും തേഞ്ഞ പടത്തിന് ഡയറക്ടർ അടുത്ത നല്ലൊരു സ്പൈ യൂണിവേഴ്സ് ആയിരുന്നു ഇത് പൊക്കോണ്ട്. സിദ്ധാർത്ഥാനന്ദ് മര്യാദയ്ക്ക് കൊണ്ടുപോയ ഒരു സംഭവങ്ങളാണ് ഈ ഒറ്റൊരു മനുഷ്യൻ കൊണ്ട് തൊലച്ചില്ലാണ്ടാക്കി വച്ചിരിക്കുന്നത്. ഇല്ലാണ്ടാക്കി തന്നെ ഇല്ലാണ്ടാക്കി വെച്ച്, ഇനി അങ്ങോട്ട് ഇല്ലാണ്ടാക്കാൻ ബാക്കി ഒന്നും മിച്ചം ഇല്ല. എല്ലാം ഫൈറ്റ് സീനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സാണ് എടുത്തിരിക്കുന്ന വിധം. വെറും വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേസ്റ്റിന്റെ പീക്ക്. അങ്ങനെയാണ് ഇതിന്റെ ആക്ഷൻ സീക്വൻസിൽ പോയിരിക്കുന്നത്. ലോജിക്കൊക്കെ മാറ്റാതെ, പക്ഷെ നമുക്ക് കാണുന്നതിനൊരു പരിധി ഉണ്ട്. ഒരു കാറ് കൊണ്ട് ട്രെയിനിന്റെ മുകളിൽ കൂടെ ലാൻഡ് ചെയ്യുന്നു, ആ കൂടെ ഒരു കൊച്ചുണ്ട്. ആ കൊച്ചു വീണ്ടും കാറിന്റെ പുറത്തോട്ട് വീഴാൻ പോണ്. NTR ഓടി ട്രെയിനിൽ കൂടെ ഓടി വന്ന് കൊച്ചിനെ സഹായിക്കുന്നു. അവസാനം ട്രെയിൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കണം, ട്രെയിനിന്റെ ഫ്രണ്ടിൽ കാറ് ഇങ്ങനെ ഒരഞ്ഞ് പൊക്കോണ്ടിരിക്കുകയാണ്. അവിടെ പോയ ബ്ലാസ്റ്റ് ആവാൻ പോവാണ്. ആ കാറിനകത്ത് ഹൃത്തിക് റോഷനും പുള്ളിക്കാരൻ്റെ ഒരു കൊച്ചു കൂടെ ഉണ്ട്. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഈ ഒരു ഗ്യാപ്പിൽ ട്രെയിനിന്റെ മണ്ടേ കയറി ഓടി രക്ഷപ്പെടും. എങ്ങനെ ഇരിക്കണം നോക്കണേ. എൻ്റെ അമ്മൂ, NTR എവിടെ നിന്നൊക്കെ ഓരോന്ന് പറയാൻ പറ്റില്ല. പല രീതിയിലും അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ചിലപ്പോൾ ഏറിയിൽ നിന്ന് വരും, വെള്ളത്തിൽ നിന്ന് വരും, പല രീതിയിലേക്കാണ് NTR പറഞ്ഞത്. എടുത്തു പറയേണ്ട വേറൊരു വിഷയം, ഇതിനകത്ത് നമ്മുടെ B2 ബോംബർ ജെറ്റുണ്ട്. അതൊക്കെ വെച്ച് കുറേ കോപ്രായങ്ങൾ കൊണ്ട് കാണിച്ചു വച്ചിട്ടുണ്ട് ഇതിനകത്ത്. എൻ്റെ അമ്മൂ, സീനെന്ന് പറഞ്ഞാൽ ഒരുപാട് സീനുണ്ട്. അവസാനത്തെ ഫൈറ്റ് സീൻ ഉൾപ്പെടെ എടുത്ത് വച്ചൊക്കെ കണ്ട മുട്ടവും കോമഡിയാണ്. പിന്നെ കയറ, അയ്യോ കയറ പിന്നെ പറയണ്ട. കയറ മറ്റേ ടീമിനെ രക്ഷിക്കാൻ പോകുമ്പോൾ എല്ലാവരും സംശയമാണ്, പൈലറ്റുമാരെ എല്ലാവരെയും സംശയിക്കും, സ്വാഭാവികം ആ സീനിൽ. ഓക്കെ, അപ്പം കോ പൈലറ്റ് ഓട്ടിക്കേണ്ട ഫ്ലൈറ്റ് ഇവൾ ഒറ്റയ്ക്ക് ഓട്ടിച്ച് ടേക്ക് ഓഫ് ചെയ്ത് പോവും. എന്തൊക്കെ പറയണം നോക്കണം. പിന്നെ അനിൽ കപൂറൊക്കെ ഉണ്ട്, പുതിയ കമാൻഡോട്ടൊക്കെ ഇൻചാർജ് എടുക്കും. അയ്യോ, അനിൽ കപൂറിന്റെ ഒക്കെ മറ്റേ വെടിവെക്കുന്ന സീനുണ്ട്, മറ്റേ മെഷീൻ ഗണ്ണൊക്കെ വെച്ചുള്ള സീനുണ്ട് മോളിന്റെ അടിയിൽ വെച്ച്. എൻ്റെ അപ്പൂ വെറുപ്പിക്കുന്ന, അമ്പൂ ഭയങ്കര വെറുപ്പിയിലാണ്.
അതുപോലെ തന്നെ ഇതിലത്തെ സോങ് മ്യൂസിക് ഡയറക്ടർ പൃഥമിൻ്റെ മ്യൂസിക് ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചത്. പൃഥമൊക്കെ ആക്ച്വലി നല്ല കൾട്ട് കിട്ടലം മ്യൂസിക് ഡയറക്ടറാണ് പൃഥം. അങ്ങനെ BGM സ്കോറൊക്കെ ലെവലാണ്. പക്ഷേ ഇതിൽ BGM സ്കോർ ചെയ്യുന്ന വേറെ ആൾക്കാരാണ്. പൃഥമിൻ്റെ മ്യൂസിക് ഞാൻ കുറച്ച് പ്രതീക്ഷിച്ചു. ഇതിൽ NTRും ഋതിക് തമ്മിൽ ഫസ്റ്റ് ഒരു സോങ് ഉണ്ട്. ആ സോങ് ആണെങ്കിൽ വെറും പോർ സോങ്. പിന്നെ അവരുടെ ഡാൻസ് കുറച്ച് കൊള്ളുന്നതുകൊണ്ട് കണ്ണിങ്ങനെ തിയേറ്ററിൽ വെച്ച് ആ സ്ക്രീനിൽ വെച്ച് കൊടുക്കാന്നല്ലാതെ പാട്ട് നമുക്ക് ചെവി പൊത്തിയിരുന്ന് വേണമെങ്കിൽ ആ സീൻ കാണാം. അത്രേ ഉള്ളൂ. അല്ലാതെ പാട്ട് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് വേസ്റ്റ് സോങ്സ് ആണ് എടുത്ത് കാണിച്ചു വെച്ചേക്കുന്നത്. അനാവശ്യ സോങ്സുകൾ ഉണ്ട്, അപ്പൊ വരും. ഒരു ലവ് സോങ് ഉണ്ട്. അയ്യോ, ഈ ഋതിക് റോഷന്റെ കേറെ ലവ് സോങ് എന്തിരി അമ്പോ, അയ്യോ. ഹാങ് ഓവർ മാറാൻ ഭയങ്കര പാടാണ്. വേറെ നല്ല പടങ്ങൾ നമ്മൾ നോക്കി കണ്ടേ പറ്റുള്ളൂ. എങ്കിലും അതിൻ്റെ ഹാങ് ഓവർ എന്നൊരു റിലീഫ് സത്യം പറഞ്ഞാൽ കിട്ടത്തുള്ളൂ. എൻ്റെ സ്റ്റോറി എഴുതിയിരിക്കുന്നത് ആദിത്യ ചോപ്ര. അങ്ങേരൊക്കെ കിട്ടില്ല സ്റ്റോറി റൈറ്ററാണ് അങ്ങേരെ ആ ഒരു സ്റ്റോറി മര്യാദയ്ക്ക് എടുത്തിരുന്നെങ്കിൽ ഈ പടം നല്ല കയറി കൊളുത്തിയാണ് സത്യം പറഞ്ഞ. വേറെ ഒന്നും പറയാനില്ലടേ. 400 കോടി പടം. CGI ഒക്കെ വാട്ട CGI. പല കൺട്രി, നമുക്ക് ഓരോ സ്ഥലങ്ങൾ CGയിൽ കാണാം. ജർമ്മനി, ന്യൂസിലൻഡ്, സ്വിറ്റ്സർലൻഡ്, കുറേ കൺട്രീസ് കാണാം. എവിടെയൊക്കെയോ പോകണം. CM എവിടെയൊക്കെ പോകണോ അവിടെ എല്ലാം നമുക്കും കൂടെ പോവാം. ആ ഒരു സിറ്റുവേഷനാണ്. പിന്നെ ഈ പടം ഷൂട്ട് ചെയ്യുന്ന പക്ക IMAX-ലാണ്. ആ സൈഡൊക്കെ ക്രോപ്പ് നമുക്ക് കണ്ടപ്പോൾ പിന്നെ മനസ്സിലായി ഇത് IMAX-ൽ ഷൂട്ട് ചെയ്ത സിനിമയാണെന്ന്. അവസാനത്തെ ഫൈറ്റ് സീനൊക്കെ കാണണം. മൊത്തം തണുപ്പാണ്. ഒരു ഐസ് കേവിനകത്താണ് അവസാനത്തെ ഫൈറ്റ് സീൻ. ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാവും ഐസ് കേവിനകത്തുള്ള ഫൈറ്റ് സീൻ. അവിടെ വെച്ച് ഈ ജാക്കറ്റൊക്കെ ഊരണം. ഒരു സെക്കൻഡ് നിൽക്കാൻ പറ്റൂല, അത്ര തണുപ്പാണ് അവിടെ. എൻ്റെ അമ്മോ താണ്ടവാടാണ്. അവസാനം കുറെ ഫീൽ ഗുഡൊക്കെ കൊണ്ട് നിറഞ്ഞ് നമ്മളെ ഹൈ മാസ് കയറ്റാനുള്ള പരിപാടിയിൽ കൊണ്ട് വന്നിട്ടുണ്ടെങ്കിലും എല്ലാ ആട്ടപ്പാടലും മൂഞ്ചിട്ടുണ്ട്. ആട്ടപ്പാടലം. പിന്നെ ഇതിന്റെ അടുത്ത പടത്തിന്റെ ഒരു ആൽഫ ആണ്, ആലിയ ഭട്ടിന്റെ ഫിലിമാണ്. അതിന്റെ ഒരു ചെറിയൊരു ടീസർ പോലത്തെ സംഭവം, ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതിന് എന്തിനാവുന്നുള്ള കണ്ടു തന്നെ അറിയണം. മര്യാദയ്ക്ക് നല്ല ഡയറക്ടർമാരൊക്കെ എടുത്തു പോയാൽ ഈ സ്പൈ യൂണിവേഴ്സ് നല്ല രീതിയിൽ കൊണ്ടുവരാം. ഇവന്മാരെ പോലത്തെ വാപ്പി ഡയറക്ടർമാരെ കൊണ്ടുവന്നിരുന്ന അച്ഛ ഇതുപോലെ ഇരിക്കും. വെരി ഡിസപ്പോയിന്റിങ്. ഒന്നും പറയില്ലേ. അയ്യോ, ഇതിന്റെ ഹാങ് ഓവർ സത്യം പറഞ്ഞാൽ എങ്ങനെ കൊണ്ടും എനിക്ക് പറയാം. നല്ലൊരു സിനിമ ഇനി കണ്ടാലേ ആ ഒരു ഹാങ് ഓവർ ഇനി മാറുള്ളൂ. അപ്പോൾ നല്ല ഇനി പണം വല്ല ഇനി ഞാൻ പോയി കാണണം. ഓക്കെ.